ഈ ഒരു വർക്ക് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? യെസ്, വി ഹാവ് സം ബ്യൂട്ടിഫുൾ ലക്നൗവി ചിക്കൻ കറി വർക്കിൻ്റെ അതും ഷാഡോ വർക്കിൽ വന്നിരിക്കുന്ന കോമ്പിനേഷൻസ് ആണ് കേട്ടോ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിൻ്റെ അകത്ത് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്കിൽ വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത്. ഇറ്റ്സ് വെരി ഗുഡ് ടു ടച്ച്. ആൻഡ് ആക്ച്വലി നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രസ് ഫോമിൽ തന്നെ നല്ല ഫിഗറി ആയിട്ടാണ് ഡ്രേപ്പ് ചെയ്തേക്കുന്നത്. ദാറ്റ്സ് ദി ബെസ്റ്റ് തിങ് അബൌട്ട് ജോർജറ്റ്. ഈവൻ ഇപ്പോൾ സൽവാർ സെറ്റ് ആയിക്കോട്ടെ ഇല്ല സാരി ആയിക്കോട്ടെ, നമുക്ക് ഭയങ്കര ഫിഗറി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ജോർജറ്റ് ബേസ് വരുന്നത്. ഇപ്പോൾ ടോപ്പും ദുപ്പട്ടയും ജോർജറ്റിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് സറ്റൂൺ ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത്. സറ്റൂണും നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള സറ്റൂൺ ബോട്ടമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് കാണുന്നതിനകത്തൊക്കെ ബേസ് കളറിൻ്റെ ഡാർക്ക് ഷെയ്ഡും വൈറ്റും ആയിട്ടുള്ള ഒരു കോട്ടൺ ത്രെഡിൻ്റെ കോമ്പിനേഷൻ വിത്ത് ലൈറ്റ് ഗോൾഡൻ സീക്വൻസ് സ്കാറ്ററും കൂടെ ആയിട്ടാണ്. സ്കാറ്റർ അല്ല, വർക്കിൻ്റെ അകത്ത് തന്നെ വളരെ ലൈറ്റ് ആയിട്ടാണ് ആ ഒരു എംബ്രോയിഡറി ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത്. ജോർജറ്റിനകത്ത് ലൈറ്റ് ഫാബ്രിക്സിൻ്റെ അകത്താണ് നമുക്ക് എപ്പോഴും, അല്ലെങ്കിൽ ഓർഗൻസ, നമ്മൾ ഈ ഒരു ഷാഡോ വർക്ക് അതിനകത്ത് ആ പേർപ്പസ് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പറ്റിയ ലൈറ്റ് ഫാബ്രിക്സിൻ്റെ അകത്താണല്ലോ. ആൻഡ് സ്കാറ്റേർഡ് ആയിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ദുപ്പട്ട ഇതാണ് കേട്ടോ. ദുപ്പട്ടയിലും ഈ ഒരു സ്കാറ്റർ വിത്ത് ആഞ്ചൽ പോർഷനിൽ നമുക്കൊരു ലൈൻ വർക്ക് വരുന്നുണ്ട് വിത്ത് എഡ്ജ് ഫിനിഷ്ഡ് വിത്ത് കോട്ടൺ ക്രോഷ്യ ലേസിൻ്റെ എഡ്ജ് ഫിനിഷിംഗ് ആണ്. ലൈറ്റ് ലേസാണ് കേട്ടോ, കുഞ്ഞ് ലേസാണ്. ആ ഒരു എഡ്ജ് ഫിനിഷ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിലിംഗ് അവിടെ കൊടുത്തേക്കാണ്. ഫസ്റ്റ് വി ഹാവ് ദിസ് വെരി സോഫ്റ്റ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ആൻഡ് പീച്ചി ചോക്ലേറ്റി ഇൻ ബിറ്റ്വീൻ ടോൺ ആയിട്ട് ഒരു പേസ്റ്റൽ ടോണിലാണ് വന്നിരിക്കുന്നത്. ടീൽ ബ്ലൂ ആൻഡ് യെല്ലോ ബേജ് ഷെയ്ഡും കൂടെ ആയിട്ടുള്ള കോമ്പിനേഷനാണ്. ബേജാണ്, പക്ഷെ അതിനകത്ത് ഒരു യെല്ലോ ടിൻറ്റ് വന്നിട്ടുള്ള ബേജിലാണ് വരുന്നത്. ഒരു യെല്ലോ ബേജ് ആണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ലൈനിങ് ഫിനിഷ് ചെയ്തിട്ട് ഹൈ സ്ലിറ്റ് ഫോർ ദി ഓവറോൾ ആൻഡ് ലൈനിങ്ങിന് നമുക്ക് കുറച്ചും കൂടി ഒരു ലോവർ സ്ലിറ്റ് വിത്ത് ദാറ്റ് ഒരു ബട്ടർ ക്രേപ്പ് ലൈനിങ് ഒക്കെ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാലും നല്ല രസമായിരിക്കും കേട്ടോ. സോ ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ ഒരു ലുക്കിലാണ്. ഇതാണ് അതിൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത്. നല്ല രസമുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. നമുക്ക് വളരെ സോബറായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ലുക്കാണ് കേട്ടോ. ഭയങ്കര ബ്രൈറ്റ് കോമ്പിനേഷൻസ് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ക്ലാസി ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് ഇത്. കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഒരു ബ്രൈറ്റർ ഓപ്ഷൻ വരുന്ന ഒരു കളറാണല്ലോ. ആൻഡ് വിത്ത് ദാറ്റ് വൈറ്റും കൂടെ, അപ്പോൾ ബ്ലൂ ടിൻറ്റിൻ്റെയോ ഗ്രീൻ ടിൻറ്റിൻ്റെയോ കൂടെ ഈ ഒരു വൈറ്റ് വരുമ്പോൾ അതിനൊരു സ്പെഷ്യൽ ഭംഗിയാണ്. ഫുൾ പേസ്ലി വർക്കാണ് അതിനകത്ത് ചെയ്തേക്കുന്നത് വിത്ത് സീക്വൻസ്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ദുപ്പട്ട എല്ലാത്തിനും സെയിം വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അതാണ് എൻ്റെ ലുക്ക്. ദിസ് ഇസ് ദി ലുക്ക് ഓഫ് ഇറ്റ്. ആൻഡ് ഫൈനലി ദ പീച്ചി ചോക്ലേറ്റ് ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത്. ദിസ് ഇസ് ദി ടോപ്പ്. ഇത് നമുക്ക് ഈ ഒരു ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ആയതുകൊണ്ട് വളരെ കൺവീനിയൻ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ജോർജറ്റ് നമുക്ക് ഒരുപാട് ക്വാളിറ്റീസിൽ കിട്ടും. ഇത് വളരെ നല്ല പ്യുവർ സിൽക്ക് ജോർജറ്റ് അല്ല, പക്ഷെ എന്നാലും ക്വാളിറ്റി ഓഫ് ദി ജോർജറ്റ് ഇസ് വെരി ഹൈ. ആൻഡ് ദിസ് ഇസ് ദി റെസ്റ്റ് ഓഫ് ദി പാർട്സ്, ബോട്ടം ആൻഡ് ദുപ്പട്ട. KTF 146 എന്ന കോഡിൽ ഹാൻഡ് ആൻഡ് ആയിട്ടുള്ള ലക്നൗവി വർക്കാണ് ഇതിനകത്ത് ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത്. ആൻഡ് KTF 146 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള എല്ലാ ടൈമിലും നമുക്കിതൊരു ട്രെൻഡ് ഔട്ട് ആവുമോ എന്ന് പേടിക്കേണ്ടാതെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കളക്ഷനാണ്. ചെക്ക് ഇറ്റ് ഔട്ട്. പള്ളിയിലൊക്കെ ഇടാൻ പറ്റുന്ന സാരീസിന്റെ ഒരുപാട് ഓപ്ഷൻ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ കണ്ടു കാണുമല്ലേ. നമുക്ക് ഒരുപാട് കളക്ഷൻസ് അങ്ങനത്തത് വരാറുണ്ട്. അപ്പം ഇന്ന് നമുക്ക് പള്ളിയിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കുർത്തയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫുള്ളി ഡോബി പാറ്റേണിൽ വീവ് ചെയ്തേക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ ഡോബി സ്റ്റൈൽ രണ്ട് രീതിയിൽ വരാറുണ്ട്. ഒന്നിന്റെ നമുക്ക് ഈ ഒരു കട്ട് യാൻസ് വരുന്നത് ഇന്ന പോർഷനിൽ വരാറുണ്ട്. പിന്നെ ആ ഒരു റോങ് സൈഡിലും റൈറ്റ് സൈഡിലും അതിങ്ങനെ വൈസ് വേഴ്സ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് റൈറ്റ് സൈഡിലാണ് അതിന്റെ ആ ഒരു കുറച്ച് എന്താ പറയാ ഇങ്ങനെ കട്ട് യാൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ വെൽവെറ്റിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ഇതൊക്കെയാണ് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് അതിനകത്ത് പ്രിന്റഡ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റഡ് ആൻഡ് വെരി പ്രിറ്റി ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ഭയങ്കര ഫെമിനൻ ആക്ച്വലി ഫ്രഞ്ച് ഫ്ലോറൽസ് ഒക്കെ പോലെ ഭയങ്കര ഫെമിനൻ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ് ഒരു
ലാവൻ ഒരു വയലറ്റ് ടിൻറ്റഡ് ആയിട്ട് വന്നേക്കുന്ന ഫ്ലോറൽസ് ആണ്. അതിനകത്ത് തന്നെ മൾട്ടിപ്പിൾ ഷെയ്ഡ് എന്തായാലും ഗ്രീൻ ഒരു വാട്ടർ കളർ എഫക്റ്റിൽ വന്നിരിക്കുകയാണ്. 1299 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ആൻഡ് ഇത് ലൈനിങ് വിത്ത് ലൈനിങ് ആണ്. ഈവൻ സ്ലീവ്സ് ആർ ഓൾസോ വിത്ത് ലൈനിങ് ആൻഡ് ദെൻ വി ഹാവ് എ ലേസ് ക്രോഷ്യ ഡീറ്റെയിലിംഗ്. ഇത് നല്ല വൈറ്റ് ആണ്, ഓഫ് വൈറ്റ് അല്ല, നല്ല വൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ സൈഡ് സ്ലിറ്റിന്റെ പോർഷനിൽ നമുക്ക് ഈ ഒരു ലേസ് ഡീറ്റെയിലിംഗ് അവിടെ വന്നിട്ടുണ്ട്. ഫ്രണ്ടും ബാക്ക് പാനലിലും വന്നിട്ടുണ്ട്. എന്തായാലും വയലറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ള പ്ലാസ്റ്റിക് ബട്ടൺ ഫ്രണ്ടിൽ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഹാഫ് കോളർ പാറ്റേണിന്റെ അകത്ത് 1 ബട്ടൺ ഇസ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഫുള്ളി കവേർഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നമുക്ക് വേറെ ചെയ്യാവുന്നതാണ്. കോട്ടൺ ലൈനിങ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. RGA 345 എന്ന കോഡിലാണ് വന്നിരിക്കുന്നത്. 1299 പ്രൈസ് വരുന്നതാണ്. നല്ല രസമുള്ള ഒരു വെരി ഫെമിനൈൻ ആയിട്ട് വന്നിരിക്കുന്ന കുർത്ത. പക്ഷെ അതിന്റെ ഒരു പാറ്റേൺസ് വെച്ചിട്ട് ഇപ്പൊ കോളർ പാറ്റേൺസ് ആക്ച്വലി ഐ വുഡന്റ് കോൾ ഇറ്റ് സോ മച്ച് ഫെമിനൈൻ. ഇറ്റ്സ് മോർ ബോൾഡർ ലുക്കിംഗ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡീറ്റെയിൽ. സോ ഫെമിനൈൻ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ഇൻ ദ ലേസ് ഡീറ്റെയിൽ എവറിത്തിങ് വിത്ത് എ ബോൾഡർ പാറ്റേൺ. ഫ്രണ്ടിൽ നമുക്ക് അതിനകത്തൊരു സ്ലിറ്റ് ഡീറ്റെയിലിംഗും കൂടെ വന്നിട്ടുണ്ട്. സ്ലിറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പാനൽ ഫുൾ ബ്ലാക്ക് ഇട്ടുണ്ട്. ഇതെല്ലാം 4 ബട്ടൺസ് ആണ്, ഫങ്ഷണൽ അല്ല. ചെക്ക് ഇറ്റ് ഔട്ട്. RGA 345. ഒരു ഭംഗിയുള്ള ഒരു ടൈപ്പ് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ട് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു കുർത്ത ആൻഡ് ഓൺലി അറ്റ് 1299 ആൻഡ് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുകയാണ്. പ്യുവർ കോട്ടൻ്റെ അകത്ത് വന്നിരിക്കുന്ന കുർത്തയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് 2 സൈഡിലും പോക്കറ്റ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. A ലൈൻ പാറ്റേണിലാണ്. ആൻഡ് ഈ എക്സ്ട്രാ ഡീറ്റെയിൽ ഇസ് വെരി പ്രിറ്റി വൺ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് ഇപ്പോൾ രണ്ടും സ്ക്രീൻ പ്രിൻറ്റിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അതിനകത്ത് അപ്പോൾ ഒരു ജാക്കറ്റ് ലുക്ക് പോലെ അത് ഫുൾ ഇത് ഫോ ടൈപ്പാണ് കേട്ടോ. ഇത് ജസ്റ്റ് ആ ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കുന്ന ടൈപ്പ്. അതിനകത്ത് നമുക്ക് അവിടെ ടൈറ്റ് ആക്കാനോ ഒന്നും പറ്റത്തൊന്നുമില്ല. SV 273 എന്ന കോഡിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 പ്രിൻസിൻ്റെ കോമ്പിനേഷൻ. ലേസ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഒരു അങ്കാർക്കാർഡ് ലുക്ക് പോലെയാണ്. ആൻഡ് അതിനകത്ത് ഈ ഒരു ഇന്നർ പാനലിൻ്റെ അകത്ത് പോട്ട്ലി ഡീറ്റെയിൽ വെച്ച് ഫിനിഷ് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്കൊരു കോളർ ഹാഫ് കോളർ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഈ ഒരു ടൈപ്പ് വരുന്ന ഈ ഒരു സെപ്പറേറ്റ് പാനലിൻ്റെ അകത്ത് വന്നിട്ടുമുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടും മോഡസ്റ്റ് ആയിട്ടും വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇത് വിത്ത് ലൈനിങ് വന്നേക്കുന്ന ലുക്കാണ് കേട്ടോ. കോട്ടൺ ലൈനിങ്ങോട് കൂടി കൊടുത്തേക്കുന്ന ലുക്കാണ്. ഇത് A ലൈൻ പാറ്റേണിൽ ടോപ്പ് മാത്രമായിട്ട് അവൈലബിൾ ആക്കിയേക്കാണ്. ആൻഡ് ഇതിൻ്റെ സ്ലീവും നല്ല രസമാണ്. ഇതിനകത്ത് ഒരു ഷേപ്പ് ഇവിടെ വരുന്നുണ്ട്. ഒരു പോയിൻ്റി ആയിട്ട് ഇന്നർ പോയിൻ്റി ആയിട്ട് വന്നിരിക്കുന്ന ഡീറ്റെയിലിംഗ് വിത്ത് ലേസാണ്. അത് കോട്ടൻ്റെ തന്നെ ലേസാണ് അതിനകത്ത് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ലുക്കാണ് കേട്ടോ. നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിങ് അതിനകത്ത് വന്നിരിക്കുന്നത് കൊണ്ടും പെട്ടെന്ന് തന്നെ കാണുമ്പോൾ ഒരു ഭംഗിയാണ്. അപ്പോൾ SV 273 1299 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട്.